നമ്മളിപ്പോൾ ആശയം പുതുതായിട്ട് കണ്ടുപിടിക്കുന്നൊന്നുമല്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയ ആശയം എൻ്റേതായ രീതിയിൽ കണ്ടുപിടിച്ച് ഇൻവെൻ്റ് ചെയ്ത് മുന്നോട്ട് വെച്ചോന്നല്ല. അങ്ങനെ വെച്ച ആളുകളും വളരെ പരിമിതമാണ് കേരളത്തിൽ. മറ്റൊരു വിഭാഗം വളരെ ബ്ലൈൻഡായിട്ട് ഇതൊക്കെ എന്തോ നമ്മളിവിടെ സമൂഹത്തിൽ വലിയ വിനാശം കൊണ്ടുവരാൻ വേണ്ടി പറയുന്നതാണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഒരു ചരിത്രപരമായ ഒരു സാംസ്കാരിക സന്ദർഭത്തെ അടയാളപ്പെടുത്തുന്നതിന് ഈ ഒരു സംജ്ഞ ഉപയോഗിക്കേണ്ടതുണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്തംഭിച്ചു പോയൊരു ജനതയാണെന്ന് തെറ്റിദ്ധരിക്കുമല്ലോ. അപ്പോൾ ഈ മുഖ്യധാര നിർണയിച്ച സ്പേസിൽ അന്ന് നമ്മൾ കാണാത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മളെ കാഴ്ചവട്ടത്തിലേക്ക് ഈ കേരളത്തിലെ ഈ കീഴാള ജനവിഭാഗങ്ങളോ അവരുടെ സംസ്കാരമോ എന്തിനു പറയുന്ന പോത്തേരി കുഞ്ഞമ്പൂവിനെ പോലും കാണുന്നില്ല. ഇത്തരം അവസ്ഥകളോട് ജെന്യുവിനായി പ്രതികരിക്കുന്നതിന് പകരം പൊതുവിൽ ഇന്നത്തെ ലോകം നിസ്സംഗത പുലർത്തുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. എന്തായിരിക്കും മാഷ് ഇതിനെപ്പറ്റി കാണുന്നത്? ഇതിൻ്റെ ഒരു മെക്കാനിസം എന്തായിരിക്കും? കാരണം ഒരു വ്യവസ്ഥക്ക് നിലനിൽക്കണമെങ്കിൽ, പ്രത്യേകിച്ച് സാമ്പത്തിക ഉൽപ്പാദന വിതരണ വ്യവസ്ഥക്ക് നിൽക്കണമെങ്കിൽ അത് അനുസരിക്കുന്ന കർത്തൃത്വമായി സമൂഹത്തെ മാറ്റണം. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പോക്കർ മാഷാണ്. കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ട് കാലത്ത് കേരള രാഷ്ട്രീയ സംവാദ മണ്ഡലങ്ങളിൽ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുകയും, പുതിയ ആശയങ്ങളല്ല വാസ്തവത്തിൽ ലോകത്തിന് പരിചയമുള്ള ആശയങ്ങൾ, എന്നാൽ കേരളത്തിൽ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ആശയങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുകയും തുടക്കത്തിൽ പലപ്പോഴും ഇത്തരം ആശയങ്ങളുടെ പേരിൽ വിമർശനം നേരിടുകയും പിന്നീട് അദ്ദേഹം അവതരിപ്പിച്ച ആശയങ്ങൾ തന്നെ ബുദ്ധിജീവികൾക്ക് സ്വീകാര്യമായി മാറുകയും ചെയ്യുന്നൊരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ട് കാലത്തെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ദാർശനിക സംവാദ മണ്ഡലം എടുത്താൽ. മാഷോട് ചോദിക്കാനുള്ളത്, ഇത്തരം പുതിയ ആശയങ്ങളോട് കേരളീയ പൊതുസമൂഹത്തിന് എന്താണ് ഒരു പൊതുവായ സമീപനം? അതല്ലെങ്കിൽ കേരളീയ പൊതുസമൂഹം എന്ന് പറയേണ്ട കേരളത്തിലെ ബുദ്ധിജീവി സമൂഹം പുതിയ ഒരാശയങ്ങൾ വാസ്തവത്തിൽ പുതിയതായിരിക്കില്ല, എന്നാൽ സാമാന്യ വ്യവഹാര മണ്ഡലത്തിൽ കാര്യമായി വരുന്നില്ല എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ പുതിയതായി അവർക്ക് അനുഭവപ്പെടുന്ന ആശയങ്ങളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ കേരളീയ പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ കേരളീയ ബുദ്ധിജീവി സമൂഹത്തിൻ്റെ ഒരു സമീപനം എന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ട് ഈ സംവാദം ആരംഭിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മാഷേ, നമസ്കാരം. നമസ്കാരം. ഷിജു, നമ്മൾ മുമ്പും സംവാദം നടത്തിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ദൃശ്യ മാധ്യമത്തിനല്ല, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടത്, ഒരു പ്രസിദ്ധീകരണത്തിന് വേണ്ടി. പിന്നീട് അതെൻ്റെ പുസ്തകത്തിലും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഷിജു ഇപ്പോൾ ചോദിച്ച പ്രശ്നം വളരെ പ്രസക്തമാണ്. കാരണം നമ്മളിപ്പോൾ ആശയം പുതുതായിട്ട് കണ്ടുപിടിക്കുന്നൊന്നുമല്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയ ആശയം എൻ്റേതായ രീതിയിൽ കണ്ടുപിടിച്ച് ഇൻവെൻ്റ് ചെയ്ത് മുന്നോട്ട് വെച്ചോന്നല്ല. അങ്ങനെ വെച്ച ആളുകളും വളരെ പരിമിതമാണ് കേരളത്തിൽ. കേരളത്തിൻ്റെ ചരിത്രത്തിലുടനീളം നോക്കിയാൽ. അപ്പം മറ്റ് പല ആശയങ്ങളും പോലെ ചരിത്രത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ലഭ്യമായിട്ടുള്ള ആശയമണ്ഡലങ്ങളിൽ നിന്ന് പ്രസക്തമാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ പറയുമ്പോൾ ഒന്ന്, ആദ്യത്തെ അവതരണം ആധുനികാനന്തര സംവാദ മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് യഥാർത്ഥത്തിൽ ഞാൻ ഈ പോസ്റ്റ് മോഡേണിസം വളരെ സംശയത്തോടെ നിരീക്ഷിക്കുകയും വായിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അതേസമയം പോസ്റ്റ് മോഡേണിസം എന്നുള്ളത് സ്ഥാനപ്പെടുത്തുന്ന ഫ്രെഡറിക് ജെയിംസൻ്റെ പുസ്തകം കൂടി വായിച്ചപ്പോഴാണ്. അത് 90കളിലാണ്. ജെയിംസൻ്റെ പോസ്റ്റ് മോഡേണിസം ഓർ ദി കൾച്ചറൽ ലോജിക് ഓഫ് ലൈറ്റ് ക്യാപിറ്റലിസം എന്നുള്ള പുസ്തകം ലഭിക്കുന്നത്. ആ പുസ്തകം കൂടി വായിക്കുന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഒരു ചരിത്രപരമായ ഒരു സാംസ്കാരിക സന്ദർഭത്തെ അടയാളപ്പെടുത്തുന്നതിന്
ഈ ഒരു സംജ്ഞ ഉപയോഗിക്കേണ്ടതുണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്തംഭിച്ചു പോയൊരു ജനതയാണെന്ന് തെറ്റിദ്ധരിക്കുമല്ലോ. അതേസമയത്ത് ഈ ഗ്ലോബലൈസേഷൻ്റെ ഒരു കാലത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളെ അടയാളപ്പെടുത്താൻ, പ്രത്യേകിച്ച് കൾച്ചറലി മാർക്ക് ചെയ്യാൻ, ഇതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്, യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു തുടർച്ചയിൽ തന്നെയാണ് എഡ്വേർഡ് സെയ്ദിനെയും അതുപോലുള്ള ഈ പോസ്റ്റ് കൊളോണിയൽ റീഡിങ്സിലേക്കും എല്ലാം നമ്മൾ എത്തിപ്പെടുന്നത്. അപ്പോൾ ആ രണ്ട് രീതിയിലാണ്. ഒന്ന്, നമ്മൾ അക്കാഡമിക്കായിട്ടുള്ള പഠനം, പ്രത്യേകിച്ച് മാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഗവേഷണം നടത്തുന്നു എന്നുള്ളത് കൊണ്ട് ആ രീതിയിൽ ഇത്തരം കൃതികളുടെ ഒക്കെ സൂക്ഷ്മമായിട്ടുള്ള വായിക്കാനുള്ള അവസരം ഉണ്ടാകും. മറ്റൊന്ന്, ഈ നമ്മൾ സാമൂഹ്യ മണ്ഡലം നിരീക്ഷിക്കുമ്പോൾ ഈ മാറ്റങ്ങൾക്കൊക്കെ നിദാനമായിട്ടുള്ള സംഭവങ്ങൾ കാണാനും സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത് പറയുമ്പം സ്വാഭാവികമായിട്ട് ഷിജു ഇപ്പോൾ സൂചിപ്പിച്ച പോലെ നമ്മുടെ ബുദ്ധിജീവി മണ്ഡലങ്ങളിൽ നിന്ന് സമ്മിശ്രമായിട്ടുള്ളൊരു പ്രതികരണമാണ്. സമ്മിശ്രമായിട്ടെന്ന് പറഞ്ഞാൽ ആരും സ്വീകരിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു വിഭാഗം ആളുകൾ ഇതൊരു പുതിയ സംഭവമാണ്, അല്ലെങ്കിൽ ഇതിലൊക്കെ എന്തെല്ലോ കാര്യങ്ങളുണ്ട് എന്ന രീതിയിൽ തന്നെ അതിനെ സമീപിക്കുകയും പിന്തുണയ്ക്കുകയും ചുരുങ്ങിയത് ആരോഗ്യകരമായ സംവാദങ്ങൾക്ക് തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു വിഭാഗം വളരെ ബ്ലൈൻഡായിട്ട് ഇതൊക്കെ എന്തോ നമ്മളിവിടെ സമൂഹത്തിൽ വലിയ വിനാശം കൊണ്ടുവരാൻ വേണ്ടി പറയുന്നതാണ് എന്നുള്ളത്. പ്രത്യേകിച്ച് ഇതിൻ്റെ തുടർച്ചയിൽ എഡ്വേർഡ് സെയ്ദും അതുപോലെ ഇപ്പോൾ അന്തരിച്ചുള്ള എങ്ങൂങ്ങി വാത്തിയോങ്ങും ഫാൻസ് പാരണും ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് സമാനമായ സംഗതികൾ നമ്മുടെ മണ്ണിലും കാണുകയാണ്. നമ്മൾ അതുവരെ സ്വാംശീകരിച്ചിട്ടുള്ള ചരിത്ര പുസ്തകങ്ങളിൽ നിന്നൊക്കെ ലഭിക്കാത്തത്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ വായനയുടെ ഒരു പരിമിതിയുണ്ട്. മുഖ്യധാര നിർണയിച്ച സ്പേസിലാണല്ലോ നമ്മളും വായിക്കുന്നത്. അപ്പോൾ ഈ മുഖ്യധാര നിർണയിച്ച സ്പേസിൽ അന്ന് നമ്മൾ കാണാത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കാഴ്ചവട്ടത്തിലേക്ക് ഈ കേരളത്തിലെ ഈ കീഴാള ജനവിഭാഗങ്ങളോ അവരുടെ സംസ്കാരമോ എന്തിനു പറയുന്ന പോത്തേരി കുഞ്ഞമ്പൂവിനെ പോലും കാണുന്നില്ല. അല്ല, ഇപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ 81 ജോർജ് ഇരുമ്പയും ഒരു പുസ്തകം 4 നോവലുകൾ കൂടി എഡിറ്റ് ചെയ്ത് സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചത് വളരെ കുറച്ച് ആളുകളിലേ അത് കാണുള്ളൂ. അങ്ങനെ കണ്ടത് ഒഴികെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പം വളരെ റീസെൻ്റായിട്ട് മാത്രമാണോ പോത്തേരി കുഞ്ഞമ്പൂവിനെ കാണുന്നത്, അറിയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഇന്ദുലേഖയേക്കാൾ എത്രയോ സൂക്ഷ്മത പുലർത്തി രചിക്കപ്പെട്ടിട്ടുള്ള കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം, സംസ്കാരത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന് പറയാവുന്ന ഒരു കൃതിയാണ്. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയോ ഞാൻ ഈ മുന്നോട്ട് വെച്ച ആശയത്തെ കൂടുതൽ സമ്പന്നമാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിന് പകരം വളരെ തീവ്രമായി ആക്രമിക്കുകയും വിമർശിക്കുകയും, അങ്ങനെ ഉണ്ടല്ലോ. വിമർശിക്കുന്നത് കുഴപ്പമില്ല, വിമർശനം എപ്പോഴും ആവശ്യമാണല്ലോ, കാരണം എന്നാലേ നമ്മൾ ചിന്ത മുന്നോട്ട് പോകുള്ളൂ. പക്ഷേ അതിലുപരിയായിട്ട് തിരസ്കരിക്കാനുള്ളൊരു താല്പര്യവും വാസനയും ഒക്കെ വല്ലാതെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ ഒരു ലോക സാഹചര്യം നോക്കിയാൽ വളരെ ഗൗരവമുള്ള രാഷ്ട്രീയ സന്ദർഭങ്ങളോട് വളരെ നിസ്സംഗമായി പ്രതികരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. മാഷി പറഞ്ഞ ഈ പുതിയ കാലഘട്ടത്തിൽ, നമുക്ക് ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ എന്ന് പറയാം, ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ മനോഭാവത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു മാറ്റം മാഷ് സൂചിപ്പിക്കുകയുണ്ടായി. അത് ഒരു ചെറിയ കാര്യം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ, ലോകത്തിൽ സാമ്പത്തിക അസമത്വങ്ങൾ വളരെ വലിയ അളവിൽ വർദ്ധിച്ചൊരു കാലമാണിത്. സമ്പന്ന രാജ്യങ്ങളും ദരിദ്ര രാജ്യങ്ങളും തമ്മിലുള്ള അസമത്വം വല്ലാതെ വർദ്ധിക്കുന്നു. സമ്പന്ന രാജ്യങ്ങളെന്നോ ദരിദ്ര രാജ്യങ്ങളെന്നോ വ്യത്യാസമില്ലാതെ സമ്പന്നരും ദരിദ്രനും തമ്മിലുള്ള അന്തരം വല്ലാതെ വർദ്ധിക്കുന്നു. ചെറിയൊരു കണക്ക് പറഞ്ഞാൽ, ലോകത്തിലെ 1000-ൽ ഒരാൾ, ഏറ്റവും അതിസമ്പന്നനായിട്ടുള്ള 1000-ൽ ഒരാളെ എടുത്താൽ അയാളുടെ വരുമാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയാളുടെ സമ്പത്ത് 8.5% മുകളിലാണ്. 1000-ൽ 1 എന്ന് നമ്മൾ ജനസംഖ്യ എടുത്താൽ അവരുടെ കൈവശമുള്ള സമ്പത്ത് 8.5% മുകളിലാണ് എന്ന് പറയുന്നു. അത് അതിഭയങ്കരമായൊരു സംഖ്യയാണ്. ഇത് മാത്രമല്ല, ഇതിലെ ട്രെൻഡാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. 80-കളിലെ കണക്ക് പരിശോധിക്കുന്ന സമയത്ത് ഇത് 7%-ൽ താഴെയായിരുന്നു. ഇത് ഈ ഡോളറിൻ്റെ കണക്കിൽ അല്ലെങ്കിൽ രൂപയുടെ കണക്കിലെടുത്താൽ നമുക്ക് അവിശ്വസനീയമായ അളവിലുള്ള ഒരു വരുമാനത്തിൻ്റെ
അസന്തുലിതാവസ്ഥയിലെ വളർച്ചയാണിത് കാണിക്കുന്നത്. അതുപോലെ ഈ സമ്പന്ന രാജ്യങ്ങളും ദരിദ്ര രാജ്യങ്ങളും തമ്മിൽ നോക്കിയാൽ അത് കൃത്യമായൊരു കണക്ക് സാധ്യമല്ല. കാരണം ഏതൊക്കെ രാജ്യങ്ങൾ എടുക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വ്യത്യാസപ്പെടും. എന്നാലും ദരിദ്ര രാജ്യങ്ങളെ പൊതുവിലെടുത്താൽ ഒരു സഹാറൻ മേഖലയിൽ നോക്കിയാൽ അവിടെ ഒരാളുടെ ഒരു പ്രതിശീർഷ മാസ വരുമാനം എന്ന് പറയുന്നത് ഒരു $2500 ഏകദേശം നമുക്ക് ആ രീതിയിൽ കണക്കാക്കാം. എന്നാൽ വികസിത രാജ്യങ്ങൾ നോക്കിയാൽ അത് $3500 അപ്പുറത്താണ്. അതുപോലെ ഈ രാജ്യങ്ങളിലെ സമ്പന്ന വികസിത രാജ്യങ്ങളിലെയും അതുപോലെ അവികസ്വര അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങളിലെയും സർക്കാരുകളുടെ പോളിസി നോക്കിയാലും വികസിത രാജ്യങ്ങൾ, ഇപ്പോൾ ഗ്ലോബലൈസേഷന് വേണ്ടി ഏറ്റവും ശക്തമായി വാദിക്കുന്ന വികസിത രാജ്യങ്ങൾ അവരുടെ മൊത്ത വരുമാനത്തിൻ്റെ ഒരു 10% മുതൽ 15% വരെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ സുരക്ഷിതത്വത്തിനും വേണ്ടി ചെലവഴിക്കുകയാണ്. എന്നാൽ അതിൻ്റെ നമ്മൾ ആദ്യം പറഞ്ഞ കണക്ക് വെച്ചാൽ അതിൻ്റെ ഒരു 15% മാത്രം ശരാശരി പ്രതിശീർഷ വരുമാനമുള്ള ഈ ദരിദ്ര രാജ്യങ്ങൾ അവർക്കുള്ള ഈ തുച്ഛമായ വരുമാനത്തിൻ്റെ കേവലം 2% മാത്രമാണ്, അല്ലെങ്കിൽ 1.5%, 2%, 2.5% മാത്രമാണ് ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നത്. ഈ ഒരു റിസോഴ്സസ് കൈവശം വയ്ക്കുന്നതിലെയും കൈവശപ്പെടുത്തുന്നതിലെയും അസന്തുലിതാവസ്ഥയാണ് ലോകത്ത് ഇന്ന് വലിയ അളവിൽ സംഘർഷങ്ങൾക്ക് കാരണമാകുന്നത് നമുക്കറിയാം. എന്നാൽ ഇതിനെപ്പറ്റി, ഇത്തരം സംഘർഷങ്ങളെപ്പറ്റി, അതിനടിസ്ഥാനമായി സാമ്പത്തിക സാഹചര്യങ്ങളെപ്പറ്റിയൊക്കെ ഇന്ന് ഒരു വലിയ അളവ് വരെ ലോകം നിസ്സംഗത പുലർത്തുന്നതായിട്ടാണ് കാണുന്നത്. ഒരു കാലത്ത് വാസ്തവം പറഞ്ഞാൽ ഈ കാർൽ മാർക്സ് എല്ലാം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്ന കാലത്തും എ സ്പെക്ടർ ഈസ് ഹോണ്ടിങ് യൂറോപ്പ് എന്ന് മാർക്സ് പറയുന്ന സമയത്ത് എന്താണ് പരിഹാരം എന്നുള്ള കൃത്യമായൊരു ഫോർമുല അല്ലെങ്കിൽ കൃത്യമായൊരു ആശയം ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല എങ്കിൽ പോലും വരുമാനത്തിലെ അസന്തുലിതാവസ്ഥയെപ്പറ്റി, തൊഴിൽ ചൂഷണത്തെപ്പറ്റിയൊക്കെ വലിയ രീതിയിലുള്ള ബോധം, കൃത്യമായൊരു ആശയം എന്നുള്ള നിലയിലല്ല, വലിയ രീതിയിലുള്ള പ്രതിഷേധം പബ്ലിക്കിനിടയിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. എന്നാൽ ഈ പുതിയ കാലഘട്ടത്തിൽ അന്നത്തേതിൻ്റെ പല മടങ്ങായി ഇത്തരത്തിലുള്ള ഈ സംഘർഷങ്ങളും അസന്തുലിതാവസ്ഥയും എല്ലാം വർദ്ധിച്ച ഈ സാഹചര്യത്തിൽ പോലും ഇതിന് വളരെ ജെന്യൂനായി, വളരെ സ്ഫോടനാത്മകമായി പ്രതികരിക്കാൻ ലോകം തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ആഗോളവൽക്കരണം വരുന്ന സമയത്തൊക്കെ സമരങ്ങൾ ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. എങ്കിൽ പോലും അത് വലിയൊരളവ് വരെ ചട്ടപ്പടി സമരങ്ങളായിരുന്നു. വലിയൊരു നിസ്സംഗതയാണ് അന്നും ഇന്നും നമ്മൾ ഈ കാര്യത്തിൽ നിയന്ത്രിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു മെക്കാനിസം എന്തായിരിക്കും? ഈ രീതിയിൽ ഇത്ര വലിയ അനീതി, ഇത്ര വലിയ അസന്തുലിതാവസ്ഥ, ഇത്ര വലിയ അസമത്വം ലോകത്തിൽ നടമാടുമ്പോഴും അത് കൂടുതൽ കൂടുതൽ മൂർച്ഛിച്ചു വരുമ്പോഴും ഇത്തരം സാഹചര്യങ്ങളോട്, ഇത്തരം അവസ്ഥകളോട് ജെന്യൂനായി പ്രതികരിക്കുന്നതിന് പകരം പൊതുവിൽ ഇന്നത്തെ ലോകം നിസ്സംഗത പുലർത്തുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. എന്തായിരിക്കും മാഷ് ഇതിനെപ്പറ്റി കാണുന്നത്? ഇതിൻ്റെ ഒരു മെക്കാനിസം എന്തായിരിക്കും? അല്ലെങ്കിൽ ഇതിനെ നമുക്കൊരു രാഷ്ട്രീയ, ഒരു ദാർശനിക രീതിയിൽ എങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ പറ്റും? ഇത് പൂർണ്ണമായ അർത്ഥത്തിൽ ഈ നിസ്സംഗത എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു തരത്തിലുള്ള കംപ്ലയൻസാണ്. കാരണം നിലവിലുള്ള വ്യവസ്ഥയായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന, എഗ്രി ചെയ്യുന്ന ഒരു രീതി സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് എപ്പോഴും വ്യവസ്ഥ നിലനിൽക്കുന്നത്. ഇത് മാർക്സ് തന്നെ കൃത്യമായി വിവരിക്കുന്ന ഒരു കാര്യമാണല്ലോ. കാരണം ഒരു വ്യവസ്ഥക്ക് നിലനിൽക്കണമെങ്കിൽ, പ്രത്യേകിച്ച് സാമ്പത്തിക ഉൽപ്പാദന വിതരണ വ്യവസ്ഥക്ക് നിൽക്കണമെങ്കിൽ അത് അനുസരിക്കുന്ന കർത്തൃത്വമായി സമൂഹത്തെ മാറ്റണം. ആ ഒരു പ്രക്രിയ നിരന്തരം നടക്കുന്നുണ്ട്. അല്ലാതെ മറിച്ച് ഒരു വിപ്ലവ ശക്തിയായി, അല്ലെങ്കിൽ സാമൂഹിക ശക്തിയായി, അല്ലെങ്കിൽ ഒരു പ്രതിരോധ ശക്തിയായി കർത്തൃത്വം മാറണമെങ്കിൽ അത് വളരെ ബോധപൂർവമായ ശ്രമം സമൂഹത്തിൽ നിന്നുണ്ടാവണം. കഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രം ഒരാൾ അടിമയാണെന്ന് തിരിച്ചറിയില്ല. ഇത് അടിമത്താണ്, ഞാനിപ്പോൾ അടിമത്തത്തിലാണ് നിൽക്കുന്നത് എന്ന് ബോധ്യപ്പെടുമ്പം കൂടിയാണല്ലോ ഒരാൾ പ്രതികരിക്കുക. അല്ലെങ്കിൽ ഇതെൻ്റെ വിദ്യയാണ് എന്ന് വിചാരിച്ച് ആ രീതിയിൽ പോകും. അപ്പോൾ ഇന്നിപ്പം നമ്മൾ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ്. ആളുകൾ പൂർണ്ണമായിട്ട് ജനങ്ങളുടെ ഒരു സമ്മതം ഇതിനുണ്ട് എന്ന് നമുക്ക് തോന്നും. പക്ഷേ സമ്മതം ഉള്ളതുകൊണ്ടല്ല. സമ്മതം ഈ ചോംസ്കിയൊക്കെ പറയുന്ന മാതിരി സമ്മതം ഇങ്ങനെ കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ സാമ്പത്തികമായ അസമത്വത്തെക്കുറിച്ച് പറഞ്ഞു. അത് നമ്മൾ മാർക്സ് മുതൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അന്തരിച്ചുള്ള നെഗ്രി വരെയുള്ള ആളുകളുടെയൊക്കെ രചനകൾ വായിക്കുമ്പോൾ ഇത് ഈ ഉൽപ്പാദനത്തിൻ്റെ പുതിയ രംഗത്ത് ഉണ്ടാകുന്ന മാറ്റവും കൂടിയാണല്ലോ. അപ്പോൾ മുമ്പ് തൊഴിലെടുത്ത് ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ഉൽപ്പന്നം വിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ യാതൊരു പണിയുമില്ല.
ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പിന്നീട് അതിന് വലിയ ലേബറൊന്നും വേണ്ട. അത് കോടിക്കണക്കിന് രൂപക്ക് പല സ്ഥലങ്ങളിലും വിറ്റ് പോകുന്ന ഉൽപ്പന്നമായി മാറുകയാണ്. അപ്പോൾ ഈ സമ്പത്തിൻ്റെ കുമിഞ്ഞുകൂടൽ എന്നുള്ളത്, അതുകൊണ്ടാണല്ലോ മാർക്സിൻ്റെ സിദ്ധാന്തത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ 2 കാര്യമാണല്ലോ. ഒന്ന് ഉൽപ്പാദന രീതി സിദ്ധാന്തം. അത് വാസ്തവത്തിൽ ഇപ്പോഴും ജെയിംസണൊക്കെ അത് തന്നെയാണ് പറയുന്നതും. പ്രധാനമായിട്ട് അദ്ദേഹം ആ ഒരു ആസ്പെക്റ്റിൽ നിന്നാണല്ലോ ഈ കാര്യങ്ങൾ വിവരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ സമ്പത്ത് മൂലധനം കയ്യിൽ വെച്ച ആളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ അത് കുമിഞ്ഞുകൂടി അങ്ങനെ പോവുകയാണ്, അളവറ്റ രീതിയിൽ പോവുകയാണ്. അപ്പോൾ ആ ഒരവസ്ഥ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഈ വികസിത രാജ്യങ്ങളിലെ ആളോഹരി വരുമാനവും അവികസിത രാജ്യത്തെ ആളോഹരി വരുമാനവും കുറയുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. കാരണം നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അടുത്ത് റിസോഴ്സ് ഇല്ലാത്തതുകൊണ്ടല്ല, റിസോഴ്സ് പുതിയ രീതിയിലേക്ക് പരിവർത്തിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളോഹരി വരുമാനം നമ്മൾ എത്ര തന്നെ ശ്രമിച്ചു കഴിഞ്ഞാലും, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു അലോപ്പതി പീടികയിൽ മരുന്ന് വിറ്റാൽ വൈകുന്നേരം ആകുമ്പോൾ 10,000 കണക്കിന് രൂപ കിട്ടും. അതേസമയത്ത് ഒരു മറ്റേതെങ്കിലും ഹോമിയോ അല്ലെ അതുപോലുള്ള മരുന്ന് വെക്കുന്ന ഒരു കടയിൽ 50 റുപ്യ 100 റുപ്യല്ലേ ഉള്ളൂ. അപ്പം വൈകുന്നേരം വരെ വിറ്റാൽ അയാൾക്ക് 1000 റുപ്യ ഇതിൽ വരും, മറ്റേ ആൾക്ക് 10,000 15,000 വരുമല്ലോ. ഈ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ യുദ്ധമൊക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്നുള്ള വലിയൊരു പ്രതിഭാസം നിൽക്കുകയാണല്ലോ. അതിൻ്റെ മുഴുവൻ ഗവേഷണം നടത്തുന്ന MIT യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് ചോംസ്കി പ്രൊഫസറായിട്ട് ജോലി ചെയ്ത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ അയാൾ പറയുന്നുണ്ട്, ഈ ഡ്രോൺ വ്യവസായമാണ് ഇപ്പം കുടിൽ വ്യവസായം പോലെ അമേരിക്കയിൽ വളരുന്നത്. അപ്പോൾ ഈ ഡ്രോണുകൾ പതിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ പതിക്കില്ലല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കുന്നവർക്ക് അത് വിൽക്കണം, അത് വിറ്റ് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കണം. അപ്പം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു നെക്സസ് യഥാർത്ഥത്തിൽ ഈ മൂലധന കൊയ്മയുടെ ഭാഗമായി ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കൺസെൻറ്റ്, നമ്മളൊരു സമ്മതം എന്നുള്ളത് വളരെ പ്രച്ഛന്നമായിട്ടുള്ള സമ്മതമാണ്. ആർക്കും സമ്മതമുള്ളതുകൊണ്ടല്ല. അതിപ്പോൾ ഈ ചുൽഹാനൊക്കെ വിശദീകരിക്കുന്ന ഒരു കാര്യം അതാണ്. ഈ കൊറിയൻ ചിന്തകനായിട്ടുള്ള ബോയോങ് ചുൽഹാനൊക്കെ പറയുന്നത്, നമ്മളറിയാതെ നമ്മൾ തന്നെ ഒരു അച്ചീവ്മെൻറ്റ് സബ്ജക്റ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമ്മളൊരു നേട്ടം ഉണ്ടാക്കുന്ന കർത്തൃത്വമായി സ്വയം മാറുക. അപ്പം 8 മണിക്കൂർ പണിയെടുത്താൽ നമുക്ക് 1000 റുപ്യ കിട്ടും. 10 മണിക്കൂറാണെങ്കിൽ 12,000 കിട്ടും. ഇനി 14 മണിക്കൂറാണെങ്കിൽ 16,000 കിട്ടും. അതിനേക്കാൾ കൂടുതൽ കമ്പനിയിലെ ഫുൾ ടൈം ഇതിൻ്റെ ഭാഗം പോലെ തോന്നിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പോലെ മാനേജറാവും. അപ്പോൾ ഇങ്ങനെ ഓരോ പുതിയ മേഖലയിൽ വർക്ക് ചെയ്യുന്ന പുതിയ IT ആയിട്ട് ബന്ധപ്പെടുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ഏത് വർക്കിൽ വരുന്ന തൊഴിലാളിയും സ്വാഭാവികമായിട്ട് അതുമായിട്ട് ബന്ധപ്പെടാത്തൊരു വർക്കും ഇപ്പോൾ ഇല്ലല്ലോ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷോപ്പിൽ നിൽക്കുന്ന പയ്യൻ പോലും ഇപ്പോൾ ആ രീതിയിലേക്ക് പരിവർത്തിക്കപ്പെടുകയാണല്ലോ. ഒരു ചെറുപ്പക്കാരൻ ആ രീതിയിൽ അറിയാതെ പരിവർത്തിക്കപ്പെടുകയാണ്. എവിടെ ആരും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ലല്ലോ. ഇപ്പം അതുകൊണ്ടാണ് ഇന്ന് ഈ ബഹുസംസ്കാരം എന്നുള്ളതൊക്കെ പറയേണ്ടി വരുന്നത്. എന്താ, മൊബിലിറ്റി എന്നുള്ളത് വളരെ കൂടിയിരിക്കുന്നു. അപ്പോൾ ഓരോ വ്യക്തിയും സദാ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ അവൻ ക്ഷീണിക്കുന്നതിനെ അറിയുന്നില്ല. ബേൺ ഔട്ട് സൊസൈറ്റി എന്ന് അയാൾ പറയുന്നത്. അവൻ സ്വയം ക്ഷീണിച്ചില്ലാതായി പോകാമെന്ന് പോലും അറിയാതെ ആ രീതിയിലേക്ക് പരിവർത്തിപ്പിക്കാൻ ഇവർ കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ AI ഒക്കെ വരുന്നതോടുകൂടി, AI വന്നില്ലേ തന്നെ സോഫ്റ്റ്വെയർ ടെക്നോളജി വന്നാൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ 8 മണിക്കൂർ അധ്വാനം എന്നുള്ളത് മാറ്റിയിട്ട് 4 5 മണിക്കൂറാക്കി മനുഷ്യന് കൂടുതൽ ലെഷറൊക്കെ കിട്ടുമെന്നാണല്ലോ മാർക്സൊക്കെ പ്രതീക്ഷിച്ചത്. അതിന് പകരം നമ്മൾ വർക്കിംഗ് ഹവേഴ്സ് ഇപ്പം അടുത്ത കാലത്ത് ഗുരുമൂർത്തിയല്ലേ പറഞ്ഞേ, 12 മണിക്കൂറൊന്നും ജോലി ചെയ്യണം എന്നാലും രാജ്യം രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ അവരെ മൂലധനം കൂട്ടിക്കൊണ്ടേയിരിക്കുന്നതാണ് നമ്മളുടെ ഉത്തരവാദിത്തം എന്നുള്ളതാണ്. അപ്പം ഈ രീതിയിലേക്ക് കാര്യങ്ങൾ അതിവേഗം പരിവർത്തിപ്പിക്കാൻ മൂലധന ശക്തികൾക്ക്, കോർപ്പറേറ്റുകൾക്ക്, സാമ്രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് അവർ ഉപയോഗിക്കുന്ന പല രീതികളിൽ ഒന്ന് നമ്മളെ കൺസെൻറ്റ് പല രീതിയിലും ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് നിസ്സംഗത എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളിപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ മനുഷ്യരെ നോക്കിക്കഴിഞ്ഞാൽ അവരൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. അവർ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അവർക്ക് നിരന്തരം അവരുടെ മനസ്സിലേക്ക് പ്രക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങളാണല്ലോ അവർ പറയുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കോണ്ടക്സ്റ്റിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആളുകളൊക്കെ പുരോഗമനകാരികളാണ്, അല്ലെങ്കിൽ വളരെ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ്. പക്ഷേ അവർ പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ അവർ ആ ഒരു സാഹചര്യത്തിനകത്തേക്ക് അവർ എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ്.
അത് നമ്മൾ ഇന്നിപ്പോൾ ഇത് തന്നെ നോക്കിയാൽ മതിയല്ലോ. എന്ത് പിന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണകൂടം നിരന്തരം പ്രക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ആശയം അത് നമ്മൾ സാധാരണക്കാർ മുതൽ നമ്മൾ റെസിഡൻ്റ് അസോസിയേഷനിലായാലും മറ്റ് സംഗതികളിലായാലും സംഘടനകളുടെ ഇതിലായാലും എല്ലാം അതും നമ്മൾ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു സംസ്കാരമോ അല്ലെങ്കിൽ ചിന്തയോ ആവിഷ്കരിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് നമ്മളുടെ കയ്യിലേക്ക് നിരന്തരം ഭരണകൂടം പ്രക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടവും ഭരണകൂടത്തെ പിന്തുണക്കുന്ന പ്രത്യയശാസ്ത്രവും നിരന്തരം നമ്മളിലേക്ക് എത്തിക്കുന്ന എന്താണോ അത് നമ്മളൊക്കെ ഏറ്റെടുക്കുകയാണ്. അല്ലാതെ നമ്മൾ സ്വന്തമായി ഇന്നത്തെ ഒരു വ്യവസ്ഥയെ എങ്ങനെ നേരിടണം അല്ലെങ്കിൽ എതിരിടണം അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ നല്ല നമ്മളൊരു ബെറ്റർ വേൾഡ് ടു വിൻ എന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെ ഒരു യാഥാർത്ഥ്യം നമ്മളെ മുമ്പിലുണ്ടോ, അങ്ങനെ യഥാർത്ഥത്തിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് സംശയിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. വിമർശകർ എന്ന് നമുക്ക് പറയാവുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം കൂടി ചേർത്തുകൊണ്ട് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇത് നമുക്കറിയാം, ഈ ഇമ്പീരിയലിസത്തിൻ്റെ കാലത്ത്, നിയോ കൊളോണിയലിസത്തിൻ്റെ കാലത്തല്ല, പ്രത്യേകിച്ചും ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതി മുതൽ ഇങ്ങോട്ട് ഈ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള യുദ്ധങ്ങളായിരുന്നു. ഓരോ സ്ഥലത്തേക്ക് ഇവർ വരുന്ന സമയത്തും വലിയ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു. അങ്ങനെ എണ്ണി പറഞ്ഞാൽ ആയിരക്കണക്കിന് യുദ്ധങ്ങൾ ലോകത്ത് നടന്നു. അങ്ങനെ ആ യുദ്ധങ്ങളെല്ലാം വിജയിച്ചാണ് വാസ്തവത്തിൽ ഇമ്പീരിയലിസം ലെനിൻ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇതേ ആവശ്യം തന്നെയാണ് ലോകത്തിൻ്റെ കമ്പോളം തങ്ങൾക്ക് കിട്ടുക, ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള റിസോഴ്സസ് റോ മെറ്റീരിയൽസ് തങ്ങൾക്ക് കിട്ടുക, പ്രോഡക്ട്സ് വിൽക്കാനുള്ള കമ്പോളം കിട്ടുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഈ നിയോ കൊളോണിയലിസം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഗ്ലോബലൈസേഷൻ്റെ ഈ കാലത്തും സംഭവിക്കുന്നത്. പക്ഷേ ഈ 1.5 നൂറ്റാണ്ട് കൊണ്ട് ലോകത്ത് സംഭവിച്ച മാറ്റം ഏത് നാട്ടിലും ഏത് ചെറിയ പ്രദേശത്ത് പോലും വലിയ യുദ്ധങ്ങളും ചെറുത്തുനിൽപ്പുകളും ഉണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് മറ്റൊരു രൂപത്തിൽ, എന്നാൽ അടിസ്ഥാനപരമായി അതേ ഉള്ളടക്കത്തോടു കൂടി തന്നെ ഇത് വരുന്ന സമയത്ത് കാര്യമായ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാകുന്നില്ല. അത് ഈ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു മറുവശം എന്നുള്ള നിലയിൽ പലരും പറയുന്നത്, അത് ശരിയായ ആഴത്തിലായിരിക്കണമെന്നില്ല എങ്കിൽ പോലും പറയുന്നത്, നമുക്ക് നല്ല മൊബൈൽ ഫോൺ വേണം, അത് ഇന്ത്യയിൽ ഉണ്ടാക്കില്ല, പുറത്തുനിന്ന് വരണം. ഇനി അഥവാ ഇന്ത്യയിൽ ആരെങ്കിലും ഉണ്ടാക്കിയാൽ തന്നെയും അതിനൊരു ഫോറിൻ കൊളാബറേഷൻ വേണം. അതുപോലെ നല്ല കാറുകൾ വേണം. നല്ല കാറുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന വ്യവസായവും ടെക്നോളജിയും നമ്മുടെ രാജ്യത്തില്ല. അത് ഉണ്ടെങ്കിൽ തന്നെ അതിന് വിദേശത്തെ ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനികളുമായിട്ടുള്ള കൊളാബറേഷൻ അവർക്ക് വേണം. അതുപോലെ വിദേശത്തു നിന്നുള്ള വസ്തുക്കൾ നമുക്ക് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യേണ്ടതായിട്ടുണ്ട്, എങ്കിൽ നമുക്കത് കിട്ടുള്ളൂ. അതുപോലെ ഇവിടെ ഉള്ള ഇൻഡസ്ട്രി, ഇവിടുത്തെ ചെറുകിട ഉൽപ്പന്നങ്ങളടക്കം, ഈ കരകൗശല വസ്തുക്കൾക്കടക്കം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കൊണ്ടുപോയി വിറ്റ് വലിയ ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള പോസിറ്റീവായ ധാരാളം സാധ്യതകൾ ഉണ്ട്. ഇത് ആണ് ഈ ഒരു ചിന്താഗതിയാണ് ഈ ഗ്ലോബലൈസേഷൻ തങ്ങൾക്ക് അടിസ്ഥാനപരമായി ഗുണമുണ്ടാക്കുമെന്നുള്ളൊരു ധാരണയാണ് ഇതിനെതിരായി നടത്തുന്ന ചെറുത്തുനിൽപ്പുകളെ ജനകീയമാക്കാതെ വിടുന്നത്, അതിന് ഇത്തരം ചെറുത്തുനിൽപ്പുകൾക്ക് പിന്തുണ കിട്ടാതെ പോകുന്നതിനുള്ളൊരു ഘടകമായി പ്രവർത്തിക്കുന്നത് എന്ന് ചില ആളുകൾ, നമ്മുടെ നാട്ടിൽ തന്നെ ചില ആളുകൾ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ മാഷ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു തുടർച്ചയിൽ ഇതിനോടുകൂടി ഒന്ന് പ്രതികരിക്കാമോ? അത് ഇവിടെ യഥാർത്ഥത്തിൽ അന്നും ഈ ഉൽപ്പാദന രീതിയിലുണ്ടാകുന്ന വികാസമോ അല്ലെങ്കിൽ പുതിയ വ്യവസായം വരുന്നതിനോടുള്ള ചെറുത്തുനിൽപ്പോ ആയിരുന്നില്ല. ഇപ്പോൾ റെയിൽ വരുന്നത് നമ്മൾ തടഞ്ഞിട്ടില്ല. ഇന്ത്യയിലേക്ക് തന്നെ, ഈ കേരളത്തിൽ തന്നെ ഇത്രയും മൊബിലിറ്റി ഉണ്ടായതും ഈ അടഞ്ഞ ഗ്രാമങ്ങൾ എന്നുള്ളതിൽ നിന്ന് ഈ ഊറ്റിപ്പുറം പാലം എന്നുള്ള കവിതയൊക്കെ വന്നെങ്കിലും യഥാർത്ഥത്തിൽ ഈ പാലമൊന്നും ഇല്ലെങ്കിൽ ഗാന്ധിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മൊബിലിറ്റിയൊക്കെ ഉണ്ടാകുന്നതിലും ഈ സമഗ്രമായ രീതിയിലുള്ളൊരു മാർക്കറ്റ് രൂപപ്പെടുന്നതിലും ഇന്ത്യ എന്നുള്ള ഒരു ഭൂപടം രൂപപ്പെടുന്നതിലും ഒക്കെ തന്നെ ഈ ഉൽപ്പാദന വിതരണ വ്യവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റം നിർണായകമാണല്ലോ. അവിടെ യഥാർത്ഥത്തിൽ ഇപ്പോഴും നിങ്ങളിപ്പോൾ ഏത് രാജ്യത്തിൻ്റെയോ ലോകത്തിൻ്റെയോ മൂലയിലാണെങ്കിലും നിങ്ങളിപ്പം ഗൂഗിൾ ഉപയോഗിക്കും. ഗൂഗിൾ എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്നതോടുകൂടി നിങ്ങൾ കോർപ്പറേറ്റിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ മാത്രമേ ലോകത്ത് നിൽക്കുള്ളൂ. പക്ഷേ റെസിസ്റ്റൻസ് എന്നുള്ളത് ഈ പറയുന്ന രീതിയിലല്ലല്ലോ. അതിനെ നമ്മൾ ന്യൂനീകരിച്ച് കാണുന്നുണ്ട്.
റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് രാഷ്ട്രീയമാണല്ലോ. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പിന്നെ അന്നിപ്പം ഈ രീതിയിൽ വിപ്ലവം നടന്ന രാജ്യങ്ങളിൽ വികസനം ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ടല്ലോ. പിന്നീടൊരു ഘട്ടത്തിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടായി എന്നല്ലാതെ ഈ പിന്നെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റിയുടെയും ജലസേചനത്തിൻ്റെയും ഡാമിൻ്റെയും ഒക്കെ വികാസം ഉണ്ടായ സോവിയറ്റ് യൂണിയനിലൊക്കെയാണല്ലോ. അപ്പം ഈ ഞാൻ പറഞ്ഞു വരുന്നത് സാമ്പത്തിക വികാസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൗകര്യം കിട്ടുന്നത് കൊണ്ട് ആളുകൾ ഇത് റെസിസ്റ്റൻസ് ഉപേക്ഷിച്ച അല്ലെങ്കിൽ പ്രതിരോധം ഉപേക്ഷിച്ചതല്ല. ആളുകൾ പൊതുവേ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയെ തുടർന്നുണ്ടായിട്ടുള്ള ഈ വിപ്ലവോത്സുകതയിൽ വന്നിട്ടുള്ളൊരു മാറ്റമുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളാണല്ലോ എന്നും ഈ പറയുന്ന ചാലകശക്തിയായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഏത് റവല്യൂഷൻ നോക്കിക്കഴിഞ്ഞാലും അവരൊക്കെ ഒരു ബിലോ 30 ഇയേഴ്സ് ആണ് വിപ്ലവം നടത്തിയിട്ടുള്ളത് ലോകത്തിലെ. ഇപ്പോൾ നമ്മൾ വിയറ്റ്നാമിൽ നോക്കിയാൽ, ചൈനയിൽ നോക്കിയാൽ, സോവിയറ്റ് യൂണിയനിൽ നോക്കിയാൽ, ക്യൂബയിൽ നോക്കിക്കഴിഞ്ഞാൽ, മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നോക്കിയാൽ എല്ലാം. അപ്പോൾ അത്തരത്തിലുള്ള ഈ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ രീതിയിൽ ഈ സോവിയറ്റ് യൂണിയൻ്റെ സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റ് ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. അദ്ദേഹം പറയുന്നുണ്ട്, അമേരിക്കയിലെ ക്ലാസ്സിൽ പോയിട്ട് നമുക്ക് സോഷ്യലിസത്തെക്കുറിച്ച് പറയുമ്പം തന്നെ കുട്ടികൾ ചോദിക്കുന്നത് പിന്നെ പെട്ടെന്ന് ചോദിക്കുന്ന മറുപടി സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയും അതുപോലെ സ്റ്റാലിൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊരു പ്രതിസന്ധി സ്വാഭാവികമായിട്ട് ഒരു ക്ലാസ്സിലെ കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയല്ലത്, ഒരു പൊതുബോധമായിട്ട് രൂപപ്പെട്ട സോവിയറ്റ് അനന്തരം രൂപപ്പെട്ട ഒരു പ്രതിഭാസമാണിത്. അപ്പോൾ അങ്ങനെ ഒരു വശം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ലോകത്തിൽ മുഴുവൻ പ്രതീക്ഷയായിട്ടുള്ള വലിയൊരു സംവിധാനം, വളരെ ദീർഘകാലം നിലനിൽക്കുകയും ചെയ്തൊരു സംവിധാനം തകർന്നു പോയിന്നോ അത് അഡ്രസ്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരാൾ വെറുതെ തന്നെ ആളുകളിൽ നിന്ന് പ്രതിരോധം ഉണ്ടാകും. അതിപ്പം വേടൻ്റെ പാട്ടൊരു പ്രതിരോധമാണല്ലോ, അത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ വരുന്നൊരു പ്രതിരോധമാണ്. അതിൽ കവിഞ്ഞ് നമ്മൾ അതിനേക്കാൾ ഉപരി ഈ ടോട്ടലായിട്ടുള്ള അല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച് അങ്ങനെ ഒരു വിപ്ലവോത്സുകത അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു സമരോത്സുകത ഇന്നിപ്പം ലോകത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങളിൽ കാണുന്നില്ല. ഒരുപാട് കാലം ഇതിൻ്റെയൊക്കെ ആശയങ്ങൾ ജനിച്ച് വളർന്നിട്ടുള്ള ജർമ്മനിയിൽ പോലും, ഈ ബെർലിൻ കുഞ്ഞന്നേരെ അവസാനം എഴുതുന്ന കാലത്ത് അവിടെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട സമൂഹത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഈ ടെക്നോ ക്യാപിറ്റലിസം എന്നൊക്കെ പറയാവുന്ന പുതിയൊരു വ്യവസ്ഥയിൽ നമ്മളെ വളരെ എളുപ്പത്തിൽ മാർക്സൊക്കെ പറയുന്ന തലകീഴായ ബോധം എന്ന് പറയുന്ന രീതിയിൽ നമ്മളെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ നിർജ്ജീവാക്കാൻ പറ്റും. നിർജ്ജീവമാകുന്നത് ഒരു പരിധിവരെ സഹിക്കാം, പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ഭരണകൂടത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളാണല്ലോ മാറുന്നത്. ഉദാഹരണത്തിന് സോവിയറ്റ് അനന്തരം സാമ്രാജ്യത്വം വളരെ ബോധപൂർവ്വമുണ്ടാക്കിയൊരു കോയിൻ ചെയ്തൊരു സംഭവമാണ് ഈ ഇസ്ലാമോഫോബിയ അല്ലേ. അപ്പോൾ ഈ ഇസ്ലാമോഫോബിയ എന്നുള്ളത് ലോകത്തൊരു യാഥാർത്ഥ്യമാക്കി മാറ്റേണ്ടത് സാമ്രാജ്യത്തെ സംബന്ധിച്ചൊരു ആവശ്യമായിരുന്നു. കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സും അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ മൂലധന സമാഹാരം അവിടേക്ക് വരാനാണ് ഉദ്ദേശിച്ചത്. അതായത് ഈ മാഷി പറഞ്ഞ ഒരു സംഗതിയിൽ ഇതിൻ്റെ ഒരു കോമൺ സെൻസ് ഫാക്ടർ. അപ്പോൾ യഥാർത്ഥത്തിൽ അത് കോമൺ സെൻസ് ആവുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളിപ്പോൾ മുമ്പ് പിന്നെ ഒരു 10 ആളുടെ ഒരു മെസ്സേജ് എത്തണമെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് ഇല്ല ഇന്ന് 10,000 ആളുടെ ഒരു മെസ്സേജ് എത്താൻ, അല്ലെ ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു മെസ്സേജ് എത്താൻ. പക്ഷേ അവിടെ നമ്മളിപ്പോൾ യുദ്ധം നടക്കുകയാണ്. യുദ്ധം എന്നാണ് പറയുന്നത്, വാസ്തവത്തിൽ യുദ്ധമല്ലല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കണം, യുദ്ധമാണോ ഇപ്പോൾ നടക്കുന്നത്? ഒരു ഇന്ത്യയും ബ്രിട്ടനുമായിട്ട് യുദ്ധം നടത്തിയെന്ന് പറയാൻ പറ്റുമോ? ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടി, അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം റെയിൽ തകർത്തിട്ടുണ്ടാവും, മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ഇതല്ലേ യഥാർത്ഥത്തിൽ ഈ ഫലസ്തീനിൽ നടക്കുന്നത്. എത്രയോ 1948 മുതലെങ്കിലും ചുരുങ്ങിയത് അധിനിവേശം നടക്കുന്ന ഒരു സ്ഥലത്ത്, ആൾജീരിയയിലൊക്കെ നടന്ന പോലെ. പക്ഷേ ആൾജീരിയയിൽ നടക്കുന്ന കാലത്ത് ഫ്രാൻസിൽ നിന്ന് തന്നെ ബുദ്ധിജീവികൾ, സാർത്ര, അതുപോലെ ഫ്രാൻസ് ഫാനൻ, ഇങ്ങനെ ഒട്ടനവധി ആളുകൾ ആൾജീരിയയോടൊപ്പമായിരുന്നു. സ്വന്തം രാജ്യത്തെ ആയിട്ട് ഫൈറ്റ് നടക്കുമ്പോൾ അവർ സ്വന്തം രാജ്യത്തോടൊപ്പമല്ല നിന്ന്, നീതിക്കൊപ്പമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മളെ പരിവർത്തിപ്പിച്ചതിൽ
എന്തെല്ലാം ഫാക്ടേഴ്സ് ഉണ്ട് അത് പരിശോധിക്കണം, പ്രത്യേകിച്ച് നമ്മളുടെ ഒരു കോണ്ടസ്റ്റിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ആണവ കേന്ദ്രത്തെ ആക്രമിക്കുക, ആണവ കേന്ദ്രത്തെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളത് UN വാച്ച് ഡോഗിൻ്റെയും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി കമ്മീഷൻ്റെയും ഒക്കെ നേരത്തെ തന്നെ താക്കീതുകളുണ്ട്. അവരിത് സംഭവത്തിന് ശേഷവും അപലപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ബാധകമല്ലാതെ ആക്രമണം നടത്തി. പക്ഷേ നമ്മൾ ടെലിവിഷൻ മുമ്പിൽ ഇരിക്കുമ്പോൾ കാണുന്നത് എന്താ, ഒരു ഭാഗത്ത് ഇറാനും ഒരു ഭാഗത്ത് രണ്ടും ഒരേപോലെ തുല്യമായിട്ട് ഈ യുദ്ധത്തിൽ പങ്കാളികളായി നാളാണ്. അപ്പം പ്രതിരോധിക്കുന്ന ആളാണ് നമ്മൾ ഈ സ്വത്വവാദം കൊണ്ട് പറയുന്ന പോലെയാണ്. ഏത് സ്വന്തം കഞ്ഞി കുടിക്കാനില്ല, ജാതി വിളിച്ച് അധിക്ഷേപിക്കുന്നു എന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞാൽ അതും ജാതിയാണ്. ഇപ്പുറത്ത് കഴിഞ്ഞ ദിവസം ഏതൊരു ചാനൽ വന്ന ചർച്ചകൾ കണ്ടോന്നറിയില്ല, പറയാണ് എന്നെ ഇങ്ങനെ ഉയർന്ന ജാതിയുള്ള ആളാണ് ഇങ്ങനെ വിളിക്കുന്നു, അതും ജാതിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമ്മൾ വളരെ പെട്ടെന്ന് ഇത് ട്വിസ്റ്റ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടല്ലേ. അപ്പം ഈ രീതിയിലേക്ക് ഒരു മർദ്ദിതൻ്റെ രോദനവും മർദ്ദകൻ്റെ ഈ പറയുന്ന ആക്ഷേപ ഹാസ്യങ്ങളും സമീകരിച്ചുകൊണ്ടുള്ളൊരു യുക്തി നിരന്തരം പ്രക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും പിന്നെ കമ്പോളത്തിലൂടെയും ഒക്കെ നിരന്തരം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതുപോലൊരു അവസ്ഥ ഉണ്ടായിട്ടില്ലെങ്കിലാണ് അത്ഭുതപ്പെട്ടത്. നമ്മൾ ഇത്തരം കാര്യങ്ങളെ ക്രിട്ടിക്കലായി കാണുമ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാട് കോമൺ സെൻസിൻ്റെ മണ്ഡലത്തിന് പുറത്തു പോവുക. അപ്പോൾ ഈ ഒരു കോമൺ സെൻസ് ഉണ്ടാക്കി വയ്ക്കുന്ന വലിയൊരു പ്രഭാവമുണ്ട്. എല്ലാം അതിനനുസരിച്ച് പരുവപ്പെടുത്തുക എന്നതാണല്ലോ കോമൺ സെൻസിൻ്റെ ഒരു മെക്കാനിസം, അങ്ങനെയാണല്ലോ പ്രവർത്തിക്കുക. നമ്മൾ ക്രിട്ടിക്കലായി ഞാൻ നമ്മൾ ഈ സംസാരിച്ച ഈ സാഹചര്യങ്ങളെല്ലാം, ഈ ആഗോളവൽക്കരണത്തെ ആകട്ടെ അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ക്രിട്ടിക്കലായി അല്ലെങ്കിൽ അനലിറ്റിക്കലായി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് ഈ കോമൺ സെൻസിൻ്റെ ഒരു പ്രഭാവ വലയമുണ്ട്. അതിൽ നിന്ന് ഇത് പുറത്തായി പോകുന്നു. പുറത്താകുന്നത് കൊണ്ട് തന്നെ ഇത് ഒരു സ്വാഭാവികമായിട്ടും ഒരു അക്കാഡമിക് സർക്കിളിൽ അല്ലെങ്കിൽ ഒരു പരിമിത വൃത്തത്തിനുള്ളിൽ അവരുടെ ചർച്ചകളിൽ ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ല. കോമൺ സെൻസാണ് അവിടെയും ഭരിക്കുന്നത്. അങ്ങനെ ഒരു ആഗോളവൽക്കരണത്തിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നവഫാസിസത്തിൻ്റേതായിട്ടുള്ള ഒരു കോമൺ സെൻസ് ഇത്ര വലിയൊരു പ്രഭാവം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ പിളർക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നുള്ളതൊരു തിയററ്റിക്കൽ ക്വസ്റ്റ്യനാണ്. പ്രാക്ടിക്കലായിട്ടും അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എങ്ങനെയാണ് അതിനെ കാണുന്നത്? നമ്മൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത്, ഇപ്പോൾ ജാതിയെക്കുറിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ കീഴാളത്വത്തെക്കുറിച്ച് പറഞ്ഞാൽ ആഗോളവൽക്കരണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒക്കെ നമ്മൾ ഏത് അളവ് വരെ പറയാം എന്നുള്ളത് നമ്മുടെ കോമൺ സെൻസ് തീർച്ചയായിട്ടും തീരുമാനിച്ച് തന്നിട്ടുണ്ട്. ഇപ്പോൾ അതിന് പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആ സംവാദ മണ്ഡലത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതിന് പിളർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും കാണുന്നുണ്ട് നമുക്കുണ്ടെങ്കിൽ. ഇതിനെങ്ങനെയാണ്, ഇതിന് ഏത് രീതിയിലാണ് ഒരു സംഘടിത പ്രവർത്തനമെങ്കിൽ അങ്ങനെ, വ്യക്തിപരമായ ഇനീഷ്യേറ്റീവ് എങ്കിൽ അങ്ങനെ, എങ്ങനെയാണ് നമ്മൾ ഇതിനെ നേരിടേണ്ടത് എന്നുള്ളതാണ് മാഷ് കാണുന്നത്. അല്ല, ഇത് വലിയൊരു സങ്കീർണമായ ഒരു വിഷയം തന്നെയാണല്ലോ. പക്ഷേ കോമൺ സെൻസ് എപ്പോഴും ഈ രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. മുൻകാലങ്ങളിലും നമ്മൾ വിചാരിക്കുന്ന വലിയ ഈ ദേശീയ പ്രസ്ഥാനമൊക്കെ വലിയ രീതിയിൽ മുന്നേറിയ സമയത്തായാലും, പിന്നെ കേരളത്തിലെയോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് സ്ഥലങ്ങളിലെയൊക്കെ വിപ്ലവ പ്രസ്ഥാനങ്ങൾ മുന്നേറിയ കാലത്തായാലും കോമൺ സെൻസ് പൂർണ്ണമായി ഇതിനൊന്നും ഈ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിനൊന്നും അനുകൂലമാവണമെന്നില്ല. കാരണം അവർ ഓൾറെഡി ടൈം ചെയ്യപ്പെട്ടിരിക്കുകയാണല്ലോ. നമ്മളൊക്കെ തന്നെ പല രീതിയിലായിട്ട് നമ്മളൊക്കെ തന്നെ ഈ ഭരണകൂട ആശയങ്ങൾ വഹിച്ച് നടക്കുന്ന ആളുകളാണെന്നുള്ളതിൽ സംശയമില്ലല്ലോ, പല രീതിയിലാണെന്ന് മാത്രം. അപ്പോൾ ഈ സാമൂഹിക പ്രവർത്തനം അല്ലെ സാംസ്കാരിക പ്രവർത്തനം എന്നുള്ളത് യഥാർത്ഥത്തിൽ കോമൺ സെൻസിനോട് ഒപ്പിച്ചു പോവല്ല. കോമൺ സെൻസ് എന്നെ മുറിച്ച് കിടക്കുന്നതാണ്. അതിനെ മറികടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട്, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ പിന്നെ ലെനിനെ കുറിച്ചുള്ള പുസ്തകം ഉണ്ടല്ലോ, നമ്മളെ റെവല്യൂഷൻ അറ്റ് ദ ഗേറ്റ്സ് എന്നുള്ള, അതിൽ അദ്ദേഹം പറയുന്ന ഒരു സംഭവം ഉണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ബേസിക്കലി പൊളിറ്റീഷ്യൻ ഒന്നുമല്ലല്ലോ, സൈക്യാട്രിസ്റ്റ് ആണല്ലോ.
ചരിത്രത്തിൻ്റെ ചില നിർണായക ഘട്ടങ്ങളിൽ ഈ നമ്മുടെ ചിന്തയെ മറച്ചിടാനുള്ളൊരു ശക്തി രാഷ്ട്രീയ നേതൃത്വം കാണിക്കണം. അങ്ങനെ ഒരു നേതൃത്വം കൂടി ഉയർന്നു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുക. അപ്പോൾ ഈ അറ്റ് ദ ഗേറ്റ്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം വളരെ പ്രധാനമായ ഘട്ടത്തിലും ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ട്, ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നമുണ്ട്. ഇപ്പം ലെനിനെ ഉദാഹരണത്തിന് ഈ ഗോർക്കി ക്ഷണിക്കുന്നുണ്ട്, അദ്ദേഹം താമസിക്കുന്ന വളരെ വേറിട്ട ഈ ഒരു ഐലൻഡിലേക്ക്, ദ്വീപിലേക്ക്. അപ്പോൾ അവിടെ കുറേ സാഹിത്യകാരന്മാരും ബുദ്ധിജീവികളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ ലെനിൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാവുമോ? കാരണം ലെനിനോട് ഒട്ടും യോജിപ്പില്ലാത്ത ആളുകളാണ്. അപ്പോൾ പിന്നെ ആ സന്ദർഭം കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത ഇതാണ്, അല്ലാതെ ഒരു സുമാറുള്ളതല്ല. അപ്പോൾ അതിൽ പക്ഷേ ലെനിൻ പോയി. കാരണം എന്ന് വെച്ചാൽ ഇത്രയും പ്രധാനപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ പ്രധാനമായി ഈ സംഗതികൾ ചർച്ച ചെയ്യുന്ന ആളുകൾ ഈ നിലവിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായാണ് ചിന്തിക്കുന്നതെങ്കിൽ പോലും അത് കേൾക്കണമല്ലോ. മറുപടി വളരെ കൃത്യമായ എല്ലാറ്റിനും മറുപടിയൊന്നും ലെനിൻ പറഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷെ പറഞ്ഞിട്ടില്ലെങ്കിലും അത് ലെനിനെ പരിവർത്തിപ്പിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ ലെനിൻ ആ കാലത്ത് ഈ പ്രവർത്തനം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് ഒക്കെ തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ നേതൃത്വം എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം എന്നുള്ളത് പൊളിറ്റിക്കൽ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, എപ്പോഴും നമ്മൾ ചരിത്രത്തിലുടനീളം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു നേതൃത്വം ഇവോൾവ് ചെയ്ത് വരണം. ഇപ്പോൾ കേരളത്തിൽ എത്രയോ കലാരൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സാഹിത്യ രൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വളരെ പെട്ടെന്നാണല്ലോ കേരളത്തിലെ ഏറ്റവും പിന്നോക്ക വിഭാഗമായിട്ടുള്ള ദളിത് വിഭാഗങ്ങളിലെ ഒരു അപ്രൈസിങ് മാതിരിയാണല്ലോ യഥാർത്ഥത്തിൽ ഈ വേടൻ്റെ ഈ അവതരണങ്ങൾ നടക്കുന്നത്. അപ്പം അത് ബ്രെക്തൊക്കെ ഉണ്ടായതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബ്രെക്ത് ജർമ്മനിയിൽ ഈ വളരെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു അന്തരീക്ഷം, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള വലിയ രീതിയിലുള്ള കഷ്ടതകൾ, അതിൽ നിന്ന് ഇവോൾവ് ചെയ്ത് ഒരാൾ വരികയാണ്. ഭയങ്കരമാണ്. സ്റ്റേജിൽ നിന്നൊക്കെ പറയുന്നതിനുള്ള സങ്കല്പം, ഭക്തി ഉണ്ടാക്കിയ ഒരു സങ്കല്പം പബ്ലിക്കും ആയിട്ടൊരു ഇൻട്രാക്ഷനാണ്. ഇതേ രീതിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കുന്നത്. നമ്മളങ്ങനെ ആളുകൾ പലരും ചെറുതാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെറുതാവില്ല. കാരണം നേരിട്ട് ഓഡിയൻസുമായിട്ട് സംവദിക്കുകയാണ്. എനിക്ക് സമാനതകൾ വല്ലാതെ കാണുകയാണ് ഭക്തും ആ ഒരു കാലമായിട്ട്. ഭക്തിന് ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു സ്കോളർഷിപ്പ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കോളർഷിപ്പിനേക്കാൾ ഉപരി ഈ പാശ്ചാത്യ മേൽക്കോയ്മക്ക് കിട്ടുന്ന ഒരു ഇതാണത്. അത് നമ്മളൊരു കേരളത്തിലുള്ള ഒരു ആൾ ആയാൽ അത് കിട്ടാൻ സാധ്യതയില്ല. അത് പിന്നോക്കമായ ഒരു വിഭാഗത്തിൽ കൂടിയാകുമ്പോൾ അത് കിട്ടാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്നാൽ പോലും നമ്മൾ ആ റിയാലിറ്റി കാണണം. ഞാൻ പറയുന്നത് കാലത്തിനനുസരിച്ച് നമ്മളുടെ ആവിഷ്കാരങ്ങൾ മാറണം, നമ്മളെ സൈദ്ധാന്തിക പരികല്പനകൾ മാറണം, ഇടപെടൽ രീതികൾ മാറണം. അത് ഒരുപക്ഷെ ഇന്നത്തേതുപോലുള്ള ഈ കോൺക്രീറ്റ് സിറ്റുവേഷൻ എന്നുള്ളതാണല്ലോ മാർക്സ് ആവർത്തിച്ച് പറയുന്നൊരു സംഭവം, മൂർത്ത സാഹചര്യം. ഈ മൂർത്ത സാഹചര്യങ്ങൾ ആ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പം അങ്ങനെ ഇവോൾവ് ചെയ്ത് വരും, അല്ലെങ്കിൽ വരേണ്ടതുണ്ട്. നമ്മളിപ്പോൾ എല്ലാറ്റിനും സമ്മതം മൂളി നടക്കുന്ന ഒരു ജനതയിൽ നിന്ന് അത് ഉണ്ടാവില്ല. യാഥാർത്ഥ്യം ഇതുപോലെ പറയുകയും ജനങ്ങളെ അറിയിക്കുകയും, നമ്മളിപ്പോൾ ഒരാളിപ്പോൾ എഴുത്ത് ലോകത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ കലയുടെയോ സാഹിത്യത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് പ്രഭാഷണത്തിൻ്റെയോ ഒക്കെ ഏത് രീതിയിലുള്ള ആവിഷ്കാരമായാലും അത് നിലവിലുള്ളൊരു യാഥാർത്ഥ്യം ആവിഷ്കരിക്കുന്ന രീതിയിൽ തന്നെ സംഭവിക്കണം. അത് സംഭവിച്ചേ മതിയാവുള്ളൂ. പക്ഷേ ഇന്നിപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ നിരാശ തോന്നാം. പക്ഷേ ഈ ഗാബ്ജിയൊക്കെ പറയുന്ന പോലെ നമുക്കൊരു ഇമോഷണൽ ഗ്രൗണ്ടിൽ അങ്ങനെ നിരാശ തോന്നിയാലും നമ്മൾ ഇൻ്റലക്ച്വൽ ഗ്രൗണ്ടിൽ അങ്ങനെ ഒരു ഹതാശമായ പൊസിഷൻ സ്വീകരിക്കാൻ പാടില്ല. കാരണം നമ്മളെപ്പോഴും അത് നമുക്ക് വേണ്ടിയല്ല, വ്യക്തിക്ക് വേണ്ടിയല്ല. കാരണം സമൂഹം എപ്പോൾ മുന്നോട്ട് പോകണമല്ലോ, പോയല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ അടിമത്തത്തിലേക്ക് കൂടുതൽ താണു പോകില്ല ആളുകൾ. അപ്പോൾ പബ്ലിക്കിനെ ഒരിക്കലും അതിന് വിട്ടുകൊടുക്കാതെ നമ്മൾക്ക് ഇന്നത്തെ ഈ രീതിയിലുള്ള അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനിപ്പോൾ ഉള്ള പല കാര്യങ്ങളും അപര്യാപ്തമാണ് എന്ന് ബോധ്യപ്പെടുത്തേനും വേണം. ഈ മൗനം എന്നുള്ള വലിയ അപകടമാണ്. നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആവർത്തിച്ച് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് അത് ഞങ്ങളൊക്കെ ഒരു വലിയൊരു സങ്കല്പമായിരുന്നു. ആ ഒരു കാലത്തൂടെ വന്ന് എൻ്റെ ഒരു സുഹൃത്ത് പിന്നെ വളരെ തീവ്രമായി പ്രവർത്തിക്കുന്നത് കണ്ണൂർ ജില്ലയിലൊരു സുഹൃത്താണ്. സോവിയറ്റ് യൂണിയൻ തകർന്ന ശേഷം പിന്നീട് കൃഷിയിലേക്കും
പിന്നെ മറ്റു പലതിലേക്കും വ്യക്തി എന്നുള്ള നിലയിൽ മാറിയത് അദ്ദേഹം തന്നെ പറയുന്നതാണ്. എന്തിനാണ് ആ രീതിയിലേക്ക്. അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ പഴയ ഒരു അസ്തിത്വവാദ രീതിയിലുള്ള നിരാശയല്ല, മറിച്ച് ഇതുകൊണ്ടൊന്നും കാര്യമില്ല, ഇതെല്ലാം ഇങ്ങനെ പോവും എന്നുള്ള ഒരു സമീപനം ആളുകൾ സ്വീകരിക്കുന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അതിന് നമ്മൾ ആളുകളെ വിട്ടുകൊടുക്കാൻ പാടില്ല, പബ്ലിക്കിനെ. മറിച്ച് പ്രത്യേകിച്ച് ഈ ഇടപെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ഇതിൻ്റെ ഇപ്പോൾ ഉള്ളത് എന്താണോ അതിന് ബദൽ എന്ന് പറഞ്ഞാൽ ബദലിൽ ഒരുപാട് മാറ്റങ്ങൾ വേണ്ടി വരും. പഴയ ബദൽ അതേപടി ഉണ്ടാക്കാനൊന്നും കഴിയില്ല. പ്രത്യേകിച്ച് ജനാധിപത്യം എന്നുള്ളത്, മൗനത്തെക്കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞത്. ഈ സോവിയറ്റ് യൂണിയനിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വലിയ പരിധി വരെയുള്ള പ്രശ്നം മൗനം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ലെനിൻ്റെ പ്രതിമ വലിച്ചിടുമ്പോൾ ആളുകൾ പ്രതികരിക്കാത്തത്. അല്ലെ ഒരു വികാരം ഉണ്ടാവുമല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു വിയറ്റ്നാമിൽ അങ്ങനെയല്ല, ജനം പ്രതികരിക്കുന്നതാണ്. കാരണം അവർക്ക് കൊച്ചുവിൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആ സ്പിരിറ്റ് അവർ നിലനിർത്തി. എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഗാന്ധിയാണെന്നാണ് കൊച്ചുവിൻ തന്നെ പറഞ്ഞത്. അതെ. അല്ല, അവരിപ്പോഴും അവിടെ നമ്മളിപ്പോൾ ഹോച്ചിമിൻ സിറ്റി പോയി കഴിഞ്ഞാൽ മ്യൂസിയം ഉണ്ട്, വാർ മ്യൂസിയം. അതിൽ മുഴുവൻ ചിത്രങ്ങളായിട്ടും ഫോട്ടോസായിട്ടും ഈ ഇമ്പീരിയലിസത്തിൻ്റെ ഇരകളായിട്ടുള്ള ഫോട്ടോഗ്രാഫർമാർ, 100-ലധികം ഫോട്ടോഗ്രാഫർമാർ, നമ്മൾ നിക്കൂട്ടൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോ ഉൾപ്പെടെ ഒട്ടനവധി ഫോട്ടോ, ഇതൊക്കെ കൂടി, പിന്നെ ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങൾ, ഇതൊക്കെ കൂടി ആളുകൾ അവർ അവിടെ പോകുന്ന യൂറോപ്പിൽ നിന്ന് ആൾ വന്നിട്ട് സഞ്ചാരികൾ വന്ന് കാണുകയല്ലേ ചെയ്യുന്നത്, അവിടുത്തെ സ്വദേശികളാണ് കാണുന്നത്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ്റെ പല രീതിയുണ്ടല്ലോ, അതിലൊരു രീതിയാണത്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, ആളുകളിലൊക്കെ അത് ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് കൺവെർട്ട് ചെയ്തെടുക്കാനും ഒക്കെ ഉള്ള നേതൃത്വപരമായിട്ടുള്ള ഇടപെടലും സാമൂഹികമായിട്ടുള്ള ശാക്തീകരണവും ഒക്കെ വളരെ പ്രധാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.